ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോയ്ക്ക് നൽകുന്ന സപ്പോർട്ടിന് ആദ്യമായി നിങ്ങളടുക്ക് ഞാനൊരു താങ്ക്സ് പറയാണ്. അതിനുശേഷം നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഞാൻ ജനുവരി 13 ഇന്നലെ ഞാൻ വീഡിയോ ശനിയാഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു വ്യൂ അപ്ഡേഷനാണ് നമ്മളും ചെയ്യുന്നത്. ഇത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബ് ഉപയോഗിച്ച് നമ്മൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ ഏകദേശം അതായത് 90% അറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷർമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു മെഷർമെൻറ്റ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം എത്രത്തോളം വർക്ക് പൂർത്തിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കറക്റ്റ് അല്ല, ചെറിയൊരു വേരിയേഷൻ ഉറപ്പായിട്ട് വരും, എന്നാലും നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് പോകാം. നമുക്ക് ഡേറ്റിലോട്ട് പോകാം. 3/1/2024 നമ്മളിവിടെ കാണാൻ പറ്റുന്ന ഡേറ്റ്. അതുമാത്രമല്ല, ആ സമയത്ത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 15 എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെ ബർത്തിൽ മൂറിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി ഇതിൻ്റെ മെഷർമെൻറ്റ് ആക്യുറസി അറിയുന്നതിനായി ഷെൻഹുവ 15ൻ്റെ തന്നെ ഒരു മെഷർമെൻറ്റിലോട്ട് പോകാം. നമ്മൾ ഈ കാണുന്നത് 233 മീറ്ററാണ് ഷെൻഹുവ 15. നമ്മൾ ഈ സാറ്റലൈറ്റ് വ്യൂയിലൂടെ കാണുന്ന മെഷർമെൻറ്റ് യഥാർത്ഥത്തിൽ 232 മീറ്ററാണ് ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 15ൻ്റെ നീളം. അപ്പോൾ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ പറയുന്ന സെന്റിനൽ ഹബിന് വരുന്നത്. അത് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു മെഷർമെൻറ്റിലേക്ക് പോയത്. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിലേക്ക്, കറക്റ്റായിട്ട് മീൻസ് ഈ ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെയും മെഷർമെൻറ്റിലേക്ക് പോകാം. ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ എടുക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഷെൻഹുവ 15 ഈ നമ്മുടെ ബെർത്തിലുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഈ വ്യൂവിൽ ഷെൻഹുവ 15 കാണാൻ സാധിക്കില്ല, കാരണം നമുക്ക് ഡേറ്റ് നോക്കാം. 13/1/2024 ഡേറ്റ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനാണ് നമ്മൾ എടുക്കുന്നത്. 14 ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഇനി ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മൾ അപ്ഡേഷൻ മെഷർ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നേരത്തെ ഷെൻഹുവ 15 ഡേറ്റ് ഞാൻ എടുക്കാൻ കാരണം നമ്മുടെ സെന്റിനൽ ഹബ് എന്ന സാറ്റലൈറ്റ് വ്യൂവിൻ്റെ ആക്യുറസി നമ്മുടെ പ്രേക്ഷകരൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് ഷെൻഹുവ 15ൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയാം. അത് വെച്ച് കമ്പയർ ചെയ്യുവാണ് നമ്മൾ എത്രത്തോളം വേരിയേഷൻ വരുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ വ്യൂയിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2650 മീറ്ററാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉണ്ടോ, 2650 മീറ്റർ. അതായത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന, വീഡിയോയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് 10 മീറ്ററോളം റോഡ് നമുക്ക് വിസിബിളായിട്ട് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നു. ആ വ്യൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ കടലിൻ്റെ അടിയിൽ എത്ര മീറ്ററോളം കംപ്ലീറ്റ് ആയി നമുക്ക് അറിയാൻ സാധിച്ചില്ല. പക്ഷെ പുറമേ ഉള്ളത് 2650 മീറ്ററാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ പൂർത്തിയായിട്ടുള്ള. കാരണം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 3-4 സ്പ്ലിറ്റ് ബാർജും 3-4 നമ്മുടെ ഇഞ്ചിൻലെസ് ബാർജും ഡേ നൈറ്റ് വർക്ക് ചെയ്ത്, അത് മാത്രമല്ല ലോറികളിലും കൊണ്ടുപോയിട്ടാണ് ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം വളരെ വേഗം തീരുന്നു. നമുക്ക് ആവശ്യം 2960 മീറ്ററാണ്. ഏതാണ്ട് ഒരു 300 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, നമുക്കിനി ഈ വീഡിയോയിൽ തന്നെ നമുക്കൊരു വൈറ്റ് കളർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതാണ്. നമുക്ക് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത് എത്ര മീറ്ററാണ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നിന്നുള്ള മെഷർമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ നമ്മൾ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. എത്രത്തോളം ആക്രോപോഡ് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ആക്രോപോഡ് പൂർണ്ണമായിട്ടും ഫില്ലായി കഴിഞ്ഞു. പക്ഷേ ഒരു വശത്ത് മാത്രം വൈറ്റ് കളർ കാണാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഒരു വശത്ത് മാത്രം ആക്രോപോഡ് വളരെ വേഗത്തിൽ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ആ ഒരു കളർ കാണുന്നത്. ഏതാണ്ട് 2340 മീറ്ററോളം ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് ബ്രേക്ക് വാട്ടറിനൊപ്പം തന്നെയാണ് കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്രോപോഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഈ കാണുന്ന ഈ മെഷർമെൻറ്റിന് ഈ ഭാഗത്താണ് ആ വലിയ ക്രെയിൻ ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിരുന്നു. അങ്ങനെ ആക്രോപോഡ് ഫില്ല് ചെയ്ത് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പറയുന്ന ബെർത്തിൻ്റെ മെഷർമെൻറ്റാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കിനി അടുത്ത് ബെർത്തിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകാം. നമുക്ക് ഈ പോർഷനിൽ നിന്നും ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കാം. ഇവിടം തൊട്ട്
ഇതുവരെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. 816 മീറ്ററാണ് ഇതിൽ കാണിക്കുന്നത്. 800 മീറ്ററാണ് ബെർത്തിൻ്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ടുള്ളത്. പ്ലസ് ഓർ മൈനസ് ഉറപ്പായിട്ടും ഇതിൽ വേരിയേഷൻ വരും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് 100% ബെർത്തിന് ഉപയോഗം പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക് ബെർത്തായത് എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര മീറ്ററാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാം. ഇത് ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ 435 മീറ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു ബെർത്തിൻ്റെ പോർഷൻ. അതായത് ഒരു വലിയൊരു ഷിപ്പാണ്, മദർ ഷിപ്പാണെങ്കിൽ അതുകൊണ്ട് 400 മീറ്റർ ആയിരിക്കും മദർ ഷിപ്പിൻ്റെ വലിയ നീളം. പക്ഷേ 400 മീറ്റർ നീളമുള്ള വലിയ വലിയ ഷിപ്പുകൾ ഉണ്ടെങ്കിലും നമുക്ക് 400 മീറ്റർ 2 ഷിപ്പുകൾ ഒരേ സമയത്ത് ലോഡിങ് അൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് പണി പൂർത്തിയാകുന്നത്. 800 മീറ്റർ ബെർത്ത്, അതിൽ 435 മീറ്റർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ മെഷർമെൻറ്റ് കുറച്ചെടുത്തത്. ഈ ഗ്യാപ്പ് ഫില്ലായി കഴിഞ്ഞാൽ, അതായത് മിനിമം ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഗ്യാപ്പ് ഫില്ലാവും. ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 477 മീറ്റർ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ചെറിയ ഗ്യാപ്പ് ഏതാണ്ട് അത് മാത്രം ഒന്ന് വിട്ട്, അതായത് ആ ഗ്യാപ്പ് ഉടനെ തന്നെ ഫില്ലാവും. കാരണം 4 സൈഡെല്ലാം ഫില്ലായതായി കാണാൻ സാധിക്കും. ഞാൻ സൂം ചെയ്ത് തരണ്ടോ, ഈ 4 സൈഡ് ഫില്ലായതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് മാത്രം. എൻ്റെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇത്തരം ഏതാണ്ട് 20-30 മീറ്ററോളമാണ് ഫില്ല് ചെയ്യാനുള്ളത്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 477 മീറ്ററോളം കോൺക്രീറ്റ് ഇട്ട് ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ബെർത്തിൻ്റെ പോർഷൻ. ഇനി നമുക്ക് യാർഡിൻ്റെ പോർഷൻ നമുക്ക് നോക്കിയാൽ എത്രത്തോളം യാർഡ് കഴിഞ്ഞിട്ടുണ്ടെന്നും നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ അറിയാൻ സാധിക്കും. ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് യാർഡിൻ്റെ പോർഷൻ ഇവിടെയാണ് തീരുന്നത്. ഏതാണ്ട് 689 മീറ്റർ, അതായത് 690 മീറ്ററോളം യാർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടം വരെയുള്ള യാർഡ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇതിന് പേരലായിട്ടാണ് ഞാൻ നോക്കുന്നത്. ബെർത്തിൻ്റെ പേരലായിട്ട് വരുന്ന യാർഡിൻ്റെ പോർഷൻ ഏതാണ്ട് 690 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അറിയേണ്ട ഒരു ചെറിയ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ പറഞ്ഞു, ബ്രേക്ക് വാട്ടറിന് സ്റ്റോൺ കൊണ്ടുപോകുന്നതോടൊപ്പം നമ്മൾ ബെർത്തിൻ്റെ സൈഡിലൊരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നും സ്റ്റോൺ കൊണ്ടുപോകുന്നുണ്ട്. അത് ഏതാണ്ട് 130 മീറ്ററാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ വ്യൂ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടതാണ്. ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെ നിന്നും ട്രെഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബാരിക്കേഡ് പോലെ കെട്ടിയെടുക്കുന്നതാണ് ഈ പോർഷൻ. അതിൽ ഏതാണ്ട് 130 മീറ്ററാണ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അത് എത്രത്തോളം ഫില്ലായിട്ടുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ നിന്നും എൻ്റെ പോർഷൻ വരെ നോക്കിയാൽ ഏതാണ്ട് 72 മീറ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 80 മീറ്ററിനടുത്തോളം കംപ്ലീറ്റ് ആയി കാണും. അങ്ങനെയാണെങ്കിൽ ഇനി ഏതാണ്ട് ഒരു 50-60 മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ബെർത്തിൻ്റെ സൈഡിൽ ആ സ്റ്റോണ് ബാരിക്കേഡ് പോലെ കെട്ടി വരുന്നത്. അതിനും നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിക്കുന്നു. അല്ല, ബെർത്തിൻ്റെ പോർഷനും ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിനുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാച്ചുറൽ സ്റ്റോണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാച്ചുറൽ സ്റ്റോണിൻ്റെ മലകൾ തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ്. നമുക്കിനി ചെറിയ മെഷർമെൻറ്റിലേക്ക് പോകാം. നമുക്ക് 4 ഷിഫ്റ്റ് ഷോർ ക്രെയിൻ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഷിപ്പിൽ നിന്നും കണ്ടെയ്നറായി യാർഡിലെത്തിക്കുന്ന ഒരു വർക്കാണ് ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ്റെ ബൂമിൻ്റെ നീളം എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ നിന്ന് ബൂം കാണാൻ പറ്റും. 78 മീറ്ററാണ് ഷിഫ്റ്റ് ഷോർ ക്രെയിൻ്റെ ബൂമിൻ്റെ നീളം. നമുക്ക് ഈ സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ച് അറിയാൻ പറ്റുന്നത്. പ്ലസ് ഓർ മൈനസ് ഉറപ്പായിട്ട് വേരിയേഷൻ വരും. കാരണം എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് എത്ര മീറ്ററാണ് ഈ ബൂമിൻ്റെ നീളം എന്നുള്ളത്. അത് നമ്മൾ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ എത്ര വലിയ ഷിപ്പ്, അതായത് ലോകത്തിലെ എത്ര വലിയ ഷിപ്പ് വന്നാലും വിഴിഞ്ഞത്ത് ഉറപ്പായിട്ടും കണ്ടെയ്നർ ലോഡിങ് അൺലോഡിങ്ങും ഈ STS ക്രെയിൻ ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് 78 മീറ്ററോളം ബൂം നീളമുള്ളത്. അതിൽ കുറവായിരിക്കും, ചെറിയൊരു വ്യത്യാസം ഉറപ്പായിട്ട് വരും. ഇതാണ് നമ്മുടെ സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ചുള്ള മെഷർമെൻറ്റ് അപ്ഡേഷൻ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ആദ്യമായി എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.